ഇപ്പം തന്നെ ഈ അടുത്ത കാലത്തായിട്ട് പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്. ശബരിമല അയ്യപ്പൻ്റെ വ്രതം പൂർത്തിയാവണമെങ്കിൽ വെളുത്തച്ഛനെയും പോയി ദർശിക്കണം, എന്നാലേ മതേതരത്വം പൂർണ്ണമാവും. അത് ആരാ വെളുത്തച്ഛൻ? വെളുത്തച്ഛൻ ആർത്തുങ്കൽ പള്ളിയിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പം ചിലർ തുടങ്ങിക്കഴിഞ്ഞു. പവിത്രമായി ഗുരുനാഥൻ്റെ അടുത്തുനിന്ന് അവനവൻ്റെ ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്ന് മാലയിട്ട് മുദ്ര ധരിച്ച് അയ്യപ്പനെ ദർശിച്ചിട്ട് ആർത്തുങ്കൽ പള്ളിയിൽ പോയിട്ട് മാല ഊരുക. വലിയൊരു സംഗതിയാണേ. അത് നൽകുന്നൊരു സന്ദേശമുണ്ടേ. ക്ഷേത്രത്തിൽ നിന്ന് ധരിച്ച മാല പള്ളിയിൽ പോയിട്ട് ഊരുക. സന്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം ആരാത്? അയ്യപ്പൻ്റെ ഗുരുവാ. മറ്റത് കൂട്ടുകാരനായിരുന്നു, ഇതിപ്പോൾ ഗുരുവാ. പുതിയതാ, ഇപ്പം വ്യാപിച്ചു, പെട്ടെന്ന് വ്യാപിച്ചു. കാര്യം സ്പോൺസർമാർ കൂടുതലുണ്ട്, സ്പോൺസർമാർ വളരെ കൂടുതലാണ്. അപ്പം ഞാൻ അന്വേഷിച്ചത് ആരുടെ ഇത് ആർത്തുങ്കൽ പള്ളിയിൽ? അത് വെളുത്തച്ഛനാണ്. ആരാത്? അവിടെ ഫാദർ ഫെനീഷ്യോ ആണ്. ഫാദർ ഫെനീഷ്യവും അയ്യപ്പന് തമ്മിൽ ഒരു ബന്ധമില്ല, കുല ബന്ധമില്ല. വെളുത്തുണ്ട്. വെളുത്തുള്ളത് മുഹമ്മയിൽ അയ്യപ്പൻ പഠിച്ചതായ കളരിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് വെളുത്തയെക്കുറിച്ച് പരാമർശമുണ്ട്. വെളുത്ത എങ്ങനെയാ വെളുത്തച്ഛനാവുക? വെളുത്തച്ഛൻ എങ്ങനെയാ ആർത്തുങ്കൽ പള്ളിയിൽ പോയിരിക്കുക? അപ്പം മതേതരത്വം പൂർണ്ണമായല്ലോ. ഇത് പണ്ട് മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ ഉണ്ട്. 2 പേര് കൂടിയിട്ട് കുറച്ച് ചില്ലുവാനൊക്കെ സ്വരൂപിച്ച് ഒരു കൈക്കോട്ടും ഒരു പായയും വാങ്ങിത്രേ. അപ്പം വീതം വെച്ച ആൾ പറഞ്ഞു, എന്തായാലും നിനക്കാണല്ലോ അപ്പം ആദ്യം തരേണ്ടത്, അതുകൊണ്ട് പകൽ നീ പായ എടുത്തോളൂ, എനിക്ക് രാത്രി തന്നാൽ മതി. അപ്പം പിന്നെ ഞാൻ കൈക്കോട്ട് എടുത്തോളാം പകൽ, ഞാൻ രാത്രി ആകുമ്പോൾ കൈക്കോട്ട് അങ്ങോട്ട് തരാം. ഇത് പണ്ട് കൊച്ചു കുഞ്ഞാവുന്ന സമയത്ത് ലോകവ്യവഹാരം എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ്. പുതിയ കഥ ചിദാനന്ദപുരി സ്വാമി ഉണ്ടാക്കിയതൊന്നുമല്ല. ഇതുപോലെ ആയാൽ പറ്റുമല്ല. ഒന്നൊന്നായി ആചാരങ്ങൾ ലംഘിക്കപ്പെടുക, ഒന്നൊന്നായി ഹൈന്ദവ ചേതന നിന്ദിക്കപ്പെടുക. ഒരു ഭാഗത്ത് ചേതന നിന്ദിക്കപ്പെടുന്നത് മാത്രമല്ല, നമ്മുടെ സങ്കേതങ്ങൾ തന്നെ അക്ഷരാർത്ഥത്തിൽ അപഹരിക്കപ്പെടും.